അപ്പ് കണ്ടിന്യൂ. ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അപേക്ഷിക്കാനുള്ള ഡേറ്റിന്റെയും കറച്ചൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ബിഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഇതുവരെ ഇന്ത്യൻ ആർമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫിസിക്കൽ ടെസ്റ്റിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 രണ്ട് കാറ്റഗറി ആയിട്ടാണ് നിങ്ങളെ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് 4 കാറ്റഗറി ആക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 ആൻഡ് ഗ്രൂപ്പ് 4. അതേപോലെ തന്നെ അതിന് മാർക്ക് അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇപ്രാവശ്യം മുതൽ ഇന്ത്യൻ ആർമിയുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കായിട്ട് ഒരു ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4 ഗ്രൂപ്പ് കാറ്റഗറിയിലായിട്ടാണ് ഫിസിക്കൽ ടെസ്റ്റിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ ഇന്ത്യൻ ആർമി നടത്തിയിരുന്ന പറഞ്ഞാൽ ഗ്രൂപ്പ് 1 കാറ്റഗറിയിലും ഗ്രൂപ്പ് 2 കാറ്റഗറിയിലുമായിരുന്നു നിങ്ങൾക്ക് 1600 മീറ്റർ ഓടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തന്നിരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് 5 മിനിറ്റും 45 സെക്കൻഡിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്, 1600 മീറ്റർ ക്ലോസ് ചെയ്യുന്നത്. അതിനകത്ത് ഗ്രൂപ്പ് 1 കാറ്റഗറിയിൽ വരുന്നത് 5 മിനിറ്റും 30 സെക്കൻഡിൽ വരുന്നു. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം വല്ലത് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 കാറ്റഗറിക്കും അതിനകത്ത് മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ബോർഡിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1.6 കിലോമീറ്റർ റൺ. ഓക്കെ, അതായത് 1600 മീറ്റർ റണ്ണിങ്. അതിന് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ. അതിനകത്ത് മെയിൻ ആയിട്ട് അപ്ഡേറ്റ് അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഗ്രൂപ്പ് 1 കാറ്റഗറി, ഗ്രൂപ്പ് 2 കാറ്റഗറി ആൻഡ് ഗ്രൂപ്പ് 3 ആൻഡ് ഗ്രൂപ്പ് 4 കാറ്റഗറിയിൽ. ഇപ്പൊ ഗ്രൂപ്പ് 1 കാറ്റഗറി സെയിം തന്നെയാണ്. 5 മിനിറ്റും 30 സെക്കൻഡിലുമാണ് നിങ്ങൾക്ക് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ 60 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് 5 മിനിറ്റും 30 സെക്കൻഡിലും നിങ്ങൾ 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ പുള്ളപ്പിലേക്ക് വേണമെങ്കിൽ 10 പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 40 മാർക്ക്. ടോട്ടൽ എത്രയായി? 100 മാർക്ക്. പിടി കിട്ടിയോ? ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ 100 മാർക്ക് കിട്ടുന്നതാണ്. അതാണ് ഗ്രൂപ്പ് 1 കാറ്റഗറി. ഇതിനകത്താണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു സ്കോറാണ് നമ്മൾക്ക് മെയിൻ ആയിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് സെറ്റിൽ എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഗ്രൂപ്പ് 2 കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ സെയിം ആണ്. 5 മിനിറ്റും 30 സെക്കൻഡ് ടു, അതായത് 5 മിനിറ്റും 31 സെക്കൻഡ് കഴിഞ്ഞ് 5 മിനിറ്റും 45 സെക്കൻഡിന്റെ ഇടയ്ക്ക് നിങ്ങൾ 1600 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലില് 48 മാർക്ക് കിട്ടും. പിടി കിട്ടിയോ? 9 ചിഹ്നപ്പാണ് നിങ്ങൾ ആ കാറ്റഗറിയിൽ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 33 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ ഈ 9ന് പകരം ഗ്രൂപ്പ് 2ലാണ് നിങ്ങൾ ഓടിക്കയറിയെങ്കിൽ, ഓക്കെ, വ്യക്തമായിട്ട് നോക്കണം, ഗ്രൂപ്പ് 2ലാണ് നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ 48 മാർക്ക്. 10 പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടും? 40 മാർക്ക് കിട്ടും. അപ്പൊ എത്രയായി? 48ഉം 40ഉം എത്രയായി? 88 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിടി കിട്ടിയോ? ഇവിടെ ഗ്രൂപ്പ് 2ൽ എത്ര മാർക്ക് കിട്ടും? 88. ഇവിടെ പക്ഷെ എന്താണ്, നിങ്ങൾ 10 പുള്ളപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതേസമയം 9 എടുക്കുന്നെങ്കിൽ 33 മാർക്ക്. അതായത് നിങ്ങൾക്ക് 10 പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ 40, 9 പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ 33, 8 പുള്ളപ്പ് എടുക്കുകയാണെങ്കിൽ 27, 7 ആണെങ്കിൽ 21, 6 ആണെങ്കിൽ ക്വാളിഫൈ മാർക്കായ 16 മാർക്ക്. ഇതിനകത്താണ് ഈ ഗെയിം. വ്യക്തമായിട്ട് മനസ്സിലായല്ലേ? മാക്സിമം നമ്മൾ ഗ്രൂപ്പ് 1 കാറ്റഗറിയിലേക്ക് വേണം. അതേപോലെയാണ് ഇപ്രാവശ്യം ഇതുവരെ ഉള്ളതില് ഗ്രൂപ്പ് 1 കാറ്റഗറി, ഗ്രൂപ്പ് 2 കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതലാണ് ഗെയിം ഗ്രൂപ്പ് 2 കഴിഞ്ഞാൽ ഗ്രൂപ്പ് 3 കാറ്റഗറിയും ഗ്രൂപ്പ് 4 കാറ്റഗറി. അപ്പൊ ഇന്ത്യൻ ആർമി വളരെ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതുവരെ ഇത്രയും നാൾ ഓടിയ സ്റ്റുഡൻസിനെല്ലാം നല്ല ഹാർഡ് ആയിട്ടുള്ള ഫിസിക്കലായിരുന്നു. അതിനകത്ത് 100 പേര് ഓടിക്കഴിഞ്ഞാൽ എത്ര പേരായിരുന്നു ക്വാളിഫൈ ചെയ്യുന്നത്? മാക്സിമം പോയാൽ 20 25 പേരായിരുന്നു ഈ 2 കാറ്റഗറിയിലായിട്ട് ക്വാളിഫൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഗ്രൂപ്പ് 2 കഴിഞ്ഞ് നമുക്ക് ഗ്രൂപ്പ് 3ലേക്ക് പോവാം. ഗ്രൂപ്പ് 3ലേക്ക് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റും 46 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 6 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്കാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് റണ്ണിങ്ങിൽ 36 മാർക്ക് കിട്ടും. പിടി കിട്ടിയോ? റണ്ണിങ്ങിൽ 36 മാർക്ക് കിട്ടും. 8 ചിഹ്നപ്പ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക്? ചിഹ്നപ്പിന് 8 മാർക്ക് ആണെങ്കിൽ 27 മാർക്ക് കിട്ടും. അതേസമയം ഇവിടെ നിങ്ങൾ 10 ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ എത്ര കിട്ടും? ഇവിടെ 40 കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര? ഇവിടെ 36ഉം
40 76 മാർക്ക്. ശരിയില്ലയോ? 76 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഇതിനകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പുള്ളപ്പില് 10 വളരെ സിമ്പിൾ ആണ്. നല്ല വർക്കൗട്ട് ചെയ്ത 10 മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യും. റണ്ണിങ്ങിൽ നമ്മൾ ഒരു കാരണവശാലും ഗ്രൂപ്പ് 2 താഴെ പോകാനേ പാടില്ല. മനസ്സിലായോ? ഗ്രൂപ്പ് 2 താഴെ പോകാനേ നമ്മൾ പാടില്ല. അതേപോലെ നെക്സ്റ്റ് ഗ്രൂപ്പ് 3 കഴിഞ്ഞാല് ഗ്രൂപ്പ് 4 കാറ്റഗറി. ഓക്കെ, ഒരുപാട് ടൈമാണ് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക്. ഗ്രൂപ്പ് 4 കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ 6 മിനിറ്റും 0.1 സെക്കൻഡിൽ ടു 6 മിനിറ്റും 1.5 സെക്കൻഡ് 6:15 വരെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനിടയ്ക്കാ നിങ്ങൾ ഓടിക്കയറുന്നെങ്കിൽ എന്തുവാ, നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടും. അപ്പൊ 60-ൽ നിന്ന് എവിടെ പോയി നോക്കും, 24-ലേക്ക് പോകും. ഗ്രൂപ്പ് 4 കാറ്റഗറിയിലാണ് നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 24 മാർക്ക് അവിടെ കിട്ടും. പിടികിട്ടിയോ? 24 മാർക്ക് കിട്ടും. നിങ്ങൾ 7 ചിഹ്നപ്പ അടിക്കുന്നെങ്കിൽ നിങ്ങൾ 21 മാർക്ക് കിട്ടും. പിടികിട്ടിയോ? 7 ചിഹ്നം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 21 മാർക്കേ അവിടെയും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം 4 കാറ്റഗറിയിലാണ്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ ഗ്രൂപ്പ് 1-ലോ ഗ്രൂപ്പ് 2-ലോ 100% നിങ്ങൾ റണ്ണിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പുള്ളപ്പ് എല്ലാവരും 10 പുള്ളപ്പ് ക്യാച്ച് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് വളരെ സമയമുണ്ട്, 3-4 മാസം സമയമുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും 100% എല്ലാ കാറ്റഗറിയിൽ പോയാലും ശരി, നിങ്ങൾ പുള്ളപ്പിന് മാക്സിമം മാർക്ക് 40 100% സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പൊ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ചാർട്ട്. അത് കഴിഞ്ഞാണ് നിങ്ങളുടെ മെഷർമെന്റ് ടെസ്റ്റിലേക്ക് പോകുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ മെഷർമെന്റ് ടെസ്റ്റിലേക്ക് പോകും. അത് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഇത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ റണ്ണിങ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്തായിരിക്കും? ചിഹ്നപ്പായിരിക്കും. ചിഹ്നപ്പ് കഴിഞ്ഞതിന് ശേഷം 9 ഫീറ്റ് ഡിച്ച് വരും. അത് കഴിഞ്ഞ് 6 ആകും. ഇത് രണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം. ഓക്കെ, അത് വലിയ ടഫ് ആയിട്ടുള്ള ഇവന്റ് അല്ല. 9 ഫീറ്റ് ഡിച്ച് അതേപോലെ തന്നെ 6 ആകും. എല്ലാവർക്കും മാക്സിമം കിട്ടുന്ന ഇവന്റ്. ഇതുവരെ അതിലാരും ഫെയിൽ ആയിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇതിലേക്കാണ് നിങ്ങൾ പോകുന്നത്, മെഷർമെന്റ് ടെസ്റ്റിലേക്ക്. ഓക്കെ, അപ്പൊ മെഷർമെന്റിലേക്ക് പോവുകയാണെങ്കിൽ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി നിങ്ങൾക്ക് എത്രയാണ് മിനിമം വേണ്ടത്? 166 സെന്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 166 സെന്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മിനിമം ചെസ്റ്റ് 77 സെന്റിമീറ്റർ +5 എക്സ്പാൻഷൻ. അതായത് നോർമല് 77 സെന്റിമീറ്റർ നിങ്ങൾക്ക് നോർമൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ +5 എക്സ്പാൻഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ അഗ്നിവീർ ടെക്നിക്കല് 165 സെന്റിമീറ്റർ മതി. അഗ്നിവീർ ടെക്നിക്കലിന് 165 ആസ് പെർ ചാർട്ട് നിങ്ങൾക്ക് സെയിം ആണ്. മിനിമം 77 +5. നോർമൽ ചെസ്റ്റ് അളവ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര? 77 ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ വന്നിട്ട് 5 സെന്റിമീറ്റർ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അഗ്നിവീർ ട്രേഡ്സ്മാൻ 10th പാസ് 166 സെന്റിമീറ്റർ സെയിം ആണ്. മെഷർമെന്റ് ചെസ്റ്റിലേക്ക് വേണമെങ്കിൽ 77 സെന്റിമീറ്ററും +5. ഓക്കെ, അഗ്നിവീർ ട്രേഡ്സ്മാൻ 8th പാസ് സെയിം 166 എക്സ്പാൻഷൻ. ചെസ്റ്റ് ചാർട്ടില് സെയിം 77 +5. അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ആൾ ആംസ് 162 സെന്റിമീറ്റർ ഹൈറ്റ് മതി. ഓക്കെ, 162 സെന്റിമീറ്റർ ഹൈറ്റ് മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ അത് സെയിം ആണ് 77 +5. അപ്പൊ ചെസ്റ്റ് എക്സ്പാൻഷന് ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും ചെസ്റ്റ് 77 ഉണ്ടായിരിക്കണം +5. ഇതെല്ലാം കോമൺ ആണ്. ഓക്കെ, നിങ്ങൾ ഹൈറ്റിൽ മാത്രമാണ് ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലേ? ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള സാധാരണ സ്റ്റുഡൻസിന്റെ വെയിറ്റ് ചാർട്ടാണ്. അതേപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ്മാൻ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ഉള്ള സ്റ്റുഡൻസിന് വന്നിട്ട് ഹൈറ്റിൽ 2 സെന്റിമീറ്ററും ചെസ്റ്റിൽ വന്നിട്ട് 3 സെന്റിമീറ്ററും അവർക്ക് എക്സ്ക്യൂസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ മെയിൻ ആയിട്ട് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് കാറ്റഗറി. ഇതിന്റെ ഈ നോട്ടിഫിക്കേഷന്റെ ഏറ്റവും അവസാനം ഒരു ചാർട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഏജും ഹൈറ്റും അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് പാടുള്ളൂ. അത് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. വെയിറ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും വെയിറ്റ് ലോസ് ട്രെയിനിങ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി ക്രോസ് ചെയ്യാം. ഒരുപാട് സ്റ്റുഡൻസിനെ കാണാറുണ്ട് ഓവർ വെയിറ്റ് ഇന്ത്യൻ ആർമി അക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇപ്രാവശ്യം മുതൽ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജിനും ഹൈറ്റിനും അനുസരിച്ച് നിങ്ങൾക്ക് വെയിറ്റ്
പാടുള്ളൂ. ഓക്കെ, അപ്പൊ ചാർട്ട് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലേ? ഓക്കെ, ക്ലിയർ.